മധുവിന് മറ്റൊരു സാധ്യത കൂടിയുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഇന്ത്യ റഷ്യ ഓയിൽ ഡീലുമായി ബന്ധപ്പെടുത്തിയാണ്. ഇപ്പോൾ കോവിഡിന് ശേഷമാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ വിട്ട് ഇന്ത്യ കുറച്ചുകൂടി വലിയ രീതിയിൽ ലാഭമുണ്ടാവുന്ന അല്ലെങ്കിൽ വില കുറവുള്ള റഷ്യയിൽ ക്രൂഡ് ഓയിൽ വാങ്ങിത്തുടങ്ങിയത്. അത് പിന്നെ തുടർന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നിയതാണ് ഒരു 60% മുകളിൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നുമാണ് നിലവിൽ. അത് ലാഭവും ഒക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ഈ അമേരിക്കൻ ചുങ്കം ചുമത്തലുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ കാര്യം, അതിലൊരു മാറ്റം ഉണ്ടാകണം. ഈ രീതിയിൽ ഇന്ത്യ സഹായിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തെയാണ്. റഷ്യക്ക് അത്രമാത്രം വലിയൊരു സമ്പത്ത് അത് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നു ഈ ഡീൽ വഴി എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറുന്നില്ല എങ്കിൽ ഇന്ത്യക്ക് മേൽ ചുങ്കം ചുമത്തുമെന്ന് ആദ്യം പറഞ്ഞു. പിന്നാലെ അത് ചുമത്തുകയും ചെയ്തു. പിഴച്ചുങ്കം ഒക്കെ ചുമത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഈ കൂടിക്കാഴ്ചയിൽ ഇത്തരത്തിലൊരു ഡീൽ ഉണ്ടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്രയും വില കുറച്ച് നിങ്ങൾ ക്രൂഡ് ഓയിൽ ഇന്ത്യയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായോ നടത്താൻ പാടില്ല, അത്തരം ഡീലിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നൊരു പക്ഷേ റഷ്യയോട് ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ റഷ്യ ആ രീതിയിലേക്കൊരു ഡീൽ മാറ്റുകയാണെങ്കിൽ പിന്നീട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പിന്നീട് എന്താണ് ചെയ്യുക എന്ന ചോദ്യമൊക്കെ ഇതിന് പുറകിലേ ഉണ്ട്. മധു, പ്രജിൻ, തീർച്ചയായിട്ടും ഈ റഷ്യൻ എണ്ണയുടെ വിപണിയെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം കൂടി ഏതാനും മണിക്കൂറുകൾക്കകം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. കാര്യം വരികൾക്കിടയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. കാര്യം ഈ ചർച്ച അലസിപ്പിരിഞ്ഞ് തിരിച്ച് വാഷിംഗ്ടണിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇന്ത്യക്ക് അത് വലിയ തോതിൽ അത് ബാധിക്കും. കാര്യം ഉപരോധങ്ങൾ ശക്തമായ രീതിയിൽ റഷ്യൻ എണ്ണയ്ക്കെതിരെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചൈന അതുപോലെ ഇന്ത്യ, ഈ രണ്ട് രാജ്യങ്ങളായിരിക്കും ഈ ഒരു കാര്യത്തിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരാൻ പോകുന്നത്. പക്ഷേ ചൈനയുമായിട്ട് ഷി ജിൻപിങ്ങുമായിട്ട് ഒരു കൂടിക്കാഴ്ച നവംബറിൽ അതിൻ്റെ ഉള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നതിനാൽ ഈ രണ്ട് രാജ്യങ്ങളും കൂടെ ഒരുമിച്ച് ഈ വിഷയത്തിൽ ഒരു സമവായം പോലെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രവചനം എന്ന പോലെ പ്രജിൻ ഇപ്പോൾ നമുക്ക് പറഞ്ഞു വെക്കാം, ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനായിരിക്കും ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ അകന്നു പോയത് അടുപ്പിക്കുവാനുള്ള ഒരു ശ്രമവുമായി മുന്നിട്ട് ഇറങ്ങുക. പ്രജിൻ, അത് ഏത് രീതിയിലായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ അതിനൊരു സാധ്യത തെളിയുന്നുണ്ടെന്നാണ് മധു കൊട്ടാരക്കർ അവിടെ നിന്നും ഇപ്പോൾ നൽകുന്ന വിവരം. മധു, തുടരുക. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, നേരത്തെ ഇരു നേതാക്കളും എത്തിയ എയർക്രാഫ്റ്റിലുള്ള ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അലാസ്കയിലെ ഈ വ്യോമസേന ബേസിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റിൽ നിന്നും അദ്ദേഹം ഇറങ്ങി താഴേക്ക് വരികയാണ്. അവിടെ സ്വീകരിക്കാനായി ആരൊക്കെയാണ് എത്തുന്നത് നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. അതിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൂടി വിമാനത്തിൽ നിന്നും ഇറങ്ങി താഴേക്ക് വരും. പിന്നീട് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്ന ഈ വ്യോമസേന ബേസിനകത്തേക്ക് പോവുകയും ചെയ്യും. അതീവ രഹസ്യ സ്വഭാവത്തിലാണ് ഈ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരു നേതാക്കൾക്കും പുറമെ ഉണ്ടാവുക അവരുടെ ഭാഷ അല്ലെങ്കിൽ പരിഭാഷകർ മാത്രം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൂടി ഇപ്പോൾ വിമാനത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഇരു നേതാക്കളും ഈ കൂടിക്കാഴ്ചയ്ക്ക്, നിർണായക കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുത്ത് താഴേക്ക് എത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു മൊമെന്റായി ഇതിനെ കാണാം. ലോകം കാത്തിരുന്ന ഒരു കൂടിക്കാഴ്ചയായി ഇത് മാറുകയുമാണ്. ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ രണ്ട് ലോകശക്തികളുടെ നേതാക്കൾ ഈ രീതിയിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനം അത് ലോക ചരിത്രത്തിൽ ശ്രദ്ധേയമായി മാറാൻ പോവുകയാണ്. ഇരു നേതാക്കളും ഒരുമിച്ച് നടന്നെടുക്കുന്നു ഈ അലാസ്കയിലെ US വ്യോമസേന ബേസിനകത്തേക്ക്. അവിടെയാണ് ഈ വളരെ രഹസ്യാത്മകമായ ഈ ചർച്ച നടക്കാൻ പോകുന്നത്. പരിഭാഷകർ മാത്രമായിരിക്കും ഇരു നേതാക്കൾക്കും പുറമെ അവിടെ ഉണ്ടാവുക. ഇവർക്കൊപ്പം മറ്റ് അമേരിക്കയുടെയും റഷ്യയുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടെങ്കിലും അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്.